ഒരമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അമ്മയുടെ മകൻ്റെ പത്നി പ്രസവിച്ചു. അപ്പോൾ കുട്ടീനെ കാണാൻ ആൾക്കാർ പോകും. പണ്ട് കാലത്തൊക്കെ ഈ പൗഡർ ഓർമ്മയില്ല, കൺമഷി, സോപ്പ് ഇതൊക്കെ എടുത്തിട്ടാണ് പോവുക. ഈ കാലത്ത്, ഞാൻ ഈ പറയണ കാലത്ത് പൗഡർ, കൺമഷി ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഓഹോ, അതൊന്നുമില്ല. ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ കാണാൻ പോകുന്നവർക്ക് ഈ ജനിച്ച കുട്ടിക്ക് എന്ത് ഭാവം ഉണ്ടാവാൻ, ആരുടെ ചായ ഉണ്ടാവാൻ? ഒരു ചായ ഉണ്ടാവില്ല. ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് എന്ത് ചായ? എല്ലാം ഒരുപോലെ ആയിരിക്കുക കുട്ടികൾ കണ്ടാൽ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലേ മുഖത്തിനും ഭാവത്തിനൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ അമ്മയുടെ മകൻ്റെ കുട്ടിയാണിത്. മകനെപ്പോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നവർക്കൊരു പ്രത്യേകം ലഡു പലഹാരമൊക്കെ കൊടുക്കും ഈ അമ്മ. അതെ, കുഞ്ഞ് നിങ്ങളെ മോനെപ്പോലെ തന്നെ ഉണ്ട് കണ്ടാൽത്തോ എന്ന് പറഞ്ഞാൽ ഉടനെ പ്രത്യേക പലഹാരങ്ങൾ, ഉണ്ണിയപ്പം, ലഡു, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്തൊരർത്ഥമില്ലായ്മയെന്ന് ആലോചിച്ച് നോക്കും. ഇത് നാട്ടിൽ വർത്തമാനമായി. അപ്പോൾ ലഡു കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്യും? പോയിട്ട് കുഞ്ഞ് കണ്ടാൽ നിങ്ങളെ മോനെപ്പോലെ തന്നെ ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് സന്തോഷമായി ഉണ്ണിയപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ആരെ കുട്ടി, എന്ത് കുട്ടി, ഏത് കുട്ടി, നമ്മളൊക്കെ ജനിച്ചു, അത്രയേ ഉള്ളൂ. ഒരു വിശ്വാസം, അതാണിതെല്ലാം, അല്ലേ? അമ്മ പറഞ്ഞു തന്ന മോനെ ഇതിൻ്റെ അച്ഛനാണ്. അപ്പം ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഈ വ്യവഹാരം മുഴുവൻ ധാരണകളുടെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ഡവരുടെ, കൗന്ദയരുടെ, മാദ്രേയരുടെ ഒക്കെ നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ, അല്ലേ?